ഹലോ എല്ലാവർക്കും ബബ്ലു ആൻഡ് എൻജോസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് എല്ലാവരോടും പറഞ്ഞിരുന്ന പോലെ ഒരു ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഒഫീഷ്യൽ ട്രിപ്പാണ്. വേറെ എവിടെയല്ല, ജോർജിയയിലാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഈ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണുന്നത്. ഈ വെക്കുന്ന സാധനങ്ങളൊന്നും എൻ്റെ അല്ല. ഇതെല്ലാം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് വിട്ടിട്ടുള്ള MBBS പഠിക്കാനായിട്ടും നഴ്സിംഗ് പഠിക്കാനായിട്ടും BDS എല്ലാം പഠിക്കാനായിട്ട് ജോർജിയയിൽ വിട്ടിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഐറ്റംസാണ് കേട്ടോ. ഈ പാക്ക് ചെയ്യുന്ന എല്ലാ ഐറ്റംസും എൻ്റെ അല്ല, ഇതെല്ലാം ആ സ്റ്റുഡൻസിൻ്റെ തന്നെയാണ്. നമ്മളായിട്ട് മന്ത്ലി എങ്കിലും ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്ന, നമ്മുടെ വിശേഷങ്ങൾ അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വിശേഷങ്ങൾ തിരക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. കാരണം നമ്മളെ ആവശ്യമുള്ള ഒരുപാട് പേര്, അവരുടെ ഓട് ഞാൻ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ പോവുകയാണ് വിളിക്കുന്ന സമയത്ത്. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചിരുന്നു, ഇങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും ഞങ്ങൾ അയച്ചാൽ കൊണ്ടുപോയി കൊടുക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബിസിനസ് പർപ്പസായിട്ട് വരുന്നതാണ്, എനിക്കിപ്പോൾ ഇത്രപ്പെടുത്ത് ലഗേജിൻ്റെ ആവശ്യവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ പ്രകാരം അവർ ഇതെല്ലാം വീട്ടിലെത്തിച്ചു. ലഗേജ് 32 കിലോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയ ലഗേജ് ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെയുള്ള ഒരു എയർപോർട്ട് പേഴ്സണെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയാണ് എൻ്റെ ലഗേജിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അവർക്ക് നമ്മൾ കൊടുത്തത് 750 റുപ്പീസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ചെക്കിംഗ് എല്ലാം, ഫസ്റ്റ് വെരിഫിക്കേഷൻ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് എൻ്ററായി. അങ്ങനെ ലഗേജിൻ്റെ നോക്കി എന്ന സമയത്ത് ഞാൻ കുറേ എൻ്റെ ഡ്രസ്സുകളെല്ലാം മാറ്റിയത് കൊണ്ട് തന്നെ കറക്റ്റ് നമുക്കൊരു 31 + 7.60 ആണ് നമ്മുടെ വെയിറ്റ് ഉണ്ടായിരുന്നത്. അതിൽ 7.60 ബൈ ഹാൻഡ് ആയിരുന്നു. അതവർ കാര്യമാക്കിയില്ല ഇപ്രാവശ്യം. അങ്ങനെ ലഗേജ് ഒന്നും നമുക്ക് തിരിച്ചെടുക്കേണ്ടി ഒന്നും വന്നില്ല. പുള്ളി എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ നേരെ എമിഗ്രേഷൻ, എനിക്ക് കൊച്ചിയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല, നേരെ ഡൽഹിയിലാണ് പോയത്. അപ്പോൾ ഡൽഹിയിൽ ചെന്ന് ഇറങ്ങുന്നത് നമ്മൾ ടെർമിനൽ 1 ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. അപ്പോൾ ടെർമിനൽ 3 നമ്മൾ പോകണം. അപ്പം നോർമലി ഞങ്ങൾ മുമ്പൊക്കെ പോയിരുന്ന സമയത്ത് ഞങ്ങൾ ടാക്സി എല്ലാം വിളിച്ചിട്ടാണ് ടെർമിനൽ 3 പോയിരുന്നത്. പക്ഷേ ഈ തവണ ഞാൻ ഓവറോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ട് ട്രാവൽ ചെയ്തത് കൊണ്ട് തന്നെ ഇൻഡിഗോ എയറിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയർ ഇന്ത്യ ഏത് ഫ്ലൈറ്റ് ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ബസ്സുണ്ട്. അപ്പോൾ ആ ഒരു സർവീസ് ലേഡീസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അങ്ങനെ ഞാൻ ആദ്യം അവിടെ ചെന്ന സമയത്ത് ഒരു ഡാർക്ക് ബ്ലൂ ബസ്സിൻ്റെ അടുത്താണ് ചെന്നത്. പക്ഷേ അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ടാക്സി എന്നോട് പറഞ്ഞു ടെർമിനൽ 3 ബസ്സൊന്നും പോകത്തില്ല, അങ്ങനെ ഒരുപാട് ടാക്സിക്കാരവിടെ ഉണ്ട്, ടെർമിനൽ 2 വരെ പോവുള്ളൂ എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. പക്ഷേ ഞാനിത് ഓൾറെഡി എൻക്വയറി ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡിഗോൻ്റെ ഗേറ്റ് നമ്പർ 8 പോയതിന് ശേഷം ഞാൻ ടോക്കൺ എടുത്തതിന് ശേഷം ലൈറ്റ് ബ്ലൂ ബസ്സിൽ കയറി നേരെ ടെർമിനൽ 3 വന്ന് ഇറങ്ങി കേട്ടോ. വളരെ ഈസി ആയിട്ട് എനിക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ എനിക്ക് വരാനായിട്ട് സാധിച്ചു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അതിനുശേഷം എനിക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ അവിടുത്തെ ലോഞ്ച് ആക്സസ് ചെയ്തത് വെറും 2 രൂപയ്ക്കാണ് കേട്ടോ. നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷേ എല്ലാ ഡെബിറ്റ് കാർഡിലും ഈ ഫെസിലിറ്റി ഇല്ല. അത് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ചില പ്ലാറ്റിനം അങ്ങനത്തെ ചില കാർഡുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിന് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലോഞ്ച് ആക്സസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ എയർപോർട്ടിൽ എത്തിയതാണ്. വൈകുന്നേരമായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും സമയം ഞാൻ ആ ലോഞ്ച് ആക്സസ് തന്നെ യൂസ് ചെയ്തു. അവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ കഴിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ സീറ്റ്സും സ്നാക്സും പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് വെജും നോൺ വെജും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടത് മാത്രം കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫോണെല്ലാം ചാർജ് ചെയ്ത് എല്ലാം സെറ്റായതിന് ശേഷം കറക്റ്റ് 1 മണിക്കൂർ മുമ്പ് ഞാൻ ബോർഡ് ചെയ്യാനായിട്ട് ഞാൻ പോയി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ലോഞ്ച് ആക്സസിൽ ഉണ്ടായിരുന്നത്. 1 അവർ ബിഫോർ ഞാൻ ഗേറ്റ് നമ്പർ 5 ഞാൻ ബോർഡ് ചെയ്തതിന് ശേഷം ഒരു 5 ഹവേഴ്സോളം ട്രാവലുണ്ട്. അപ്പോൾ ആ ട്രാവലിൻ്റെ ഇടയിൽ എനിക്ക് നല്ല രീതിയിൽ ചെറിയൊരു തോട്ട് പെയിൻ തോന്നി. ഞാൻ അവരോട് ബ്ലാക്ക് ടീ ചോദിച്ചു. അപ്പോൾ അവർക്ക് ആ സമയത്ത് അവർ പറഞ്ഞത് ഒരു കോംബോ ആയിട്ട് വാങ്ങിച്ചാൽ മാത്രമാണ് വെള്ളം അങ്ങനത്തെ ലിക്വിഡ് ഐറ്റംസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇതുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാഷും എല്ലാം വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ജോർജിയയിലെത്തി. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.